നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന് പറയുന്ന ഗെയിമിൽ ന്യൂ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയത് 5-6 സാധനമാണ് കിട്ടിയത്. സോ ഓക്കെ, നമ്മുടെ പേരിന് കുറച്ചുകൂടെ കളർ വന്നെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അത് ഇവിടെ ഒരു പുതിയ ഷെൽഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നതാണോ എന്നറിയില്ല, എന്തോ ഒരു ഗ്ലിച്ചും വർക്കായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഭയങ്കര ഗ്ലിച്ചാണ് സ്ക്രീനിൻ്റെ അകത്ത്. ഗ്ലിച്ചല്ല ബഗ്ഗാണ്. ബഗ് എല്ലായിടത്തും കളഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തൊരു പകുതി അടിപൊളി വരും. ഇവിടെ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഷെൽഫ് വീട്ടിൽ ഇത് വാട്ടർ പ്രൂഫാണ്, അല്ല ഏറ്റവും നമുക്കത് കുറച്ച് ശബ്ദം കുറച്ചേക്കാം. ഓക്കെ, നമ്മൾ നേരെ അത് അടിച്ച് പൊട്ടിക്കുകയാണ് ഇതെല്ലാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇതെന്താണോ ഇത്? ഓക്കെ, നമുക്ക് കുറേ കാലമൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമ്മളെല്ലാം കാണിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ സ്റ്റിക്കി ബോംബ് എടുത്തിട്ട് നമ്മുടെ ഷെൽഫിൽ ഫുൾ ഒഴിക്കുക. ചിലപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നല്ല വെപ്പൺസും കിട്ടിയാലോ. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ഷെൽഫിൽ ഫുൾ കുറേ നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ സ്റ്റിക്കി ബോംബുള്ളതുകൊണ്ട് നമ്മളെല്ലാം എടുത്തത് അപ്ലൈ ചെയ്യണം നമ്മുടെ ഷെൽഫിൽ. ഇത്ര മതി, അല്ല ഒരു 10 കൊണ്ടും വെച്ചേക്കാം. ഓക്കെ, നമ്മളെന്തായാലും വെക്കുന്നുണ്ട്. 5, 6, 7, 8, 9, 10 സ്വർണ്ണം കൂടി ആയിക്കോട്ടെ. 11 നമ്മൾ സ്റ്റിക്കി ബോംബുകളൊക്കെ വീണ്ടും വെച്ചിട്ടുണ്ട്. നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഇതെന്തായാലും ഇതൊക്കെ ബുള്ളറ്റ് പ്രൂഫാണ്. ഓക്കെ, മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ സ്വന്തം പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നതിന് മുമ്പേ ചീറ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ചീറ്റ് കോഡ് 8880 അടിച്ചാൽ നമ്മുടെ സ്വന്തം ഹാമർ വരും. നമുക്ക് എത്ര ഹാമർ വേണേലും ഇവിടെ ഇങ്ങനെ സ്പോൺ ചെയ്തിടാം. കാരണം നമ്മുടെ ഈ മാജിക് ഫോണുണ്ട്. ഓക്കെ, നമ്മൾ നേരെ ഇത്രയും വേണ്ട 0 അടിച്ചാൽ ഇഷ്ടം പോലെ ഹാമറും കളറൊക്കെ വരും. ഈ ഒരു ഹാമറിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റിയേക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഹാമറും കളറൊക്കെ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓടിക്കാം. നമ്മൾക്കിപ്പോൾ ഏതായാലും ബൈക്ക് സ്പോൺ ചെയ്തുകൊണ്ട് പോവാം ഇവിടെ പോലീസ് സ്റ്റേഷനിലോട്ട്. ഓക്കെ, നമ്മൾ നിഞ്ച സ്പോൺ ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ ഈ ഒരു ബൈക്കിലും കാറിലും കയറുന്ന ഓപ്ഷൻസും കളറൊക്കെ താഴോട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ നേരെ നമ്മുടെ അപ്ഡേറ്റ്സ് അതിന് നമ്മുടെ കാർ ഷോറൂമിൽ ഭയങ്കര മാറ്റവും കളറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും കളറൊക്കെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മുടെ വണ്ടി ഇടിച്ച് കയറ്റാണ്. ഭയങ്കര ഇവിടെ സ്റ്റെപ്പുണ്ട്. എൻ്റെ പണിയും കളൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ. പക്ഷെ ഞാൻ എന്തോ ഒരു ബഗിലും കളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറിയായിരുന്നു. ഇതിൻ്റെ അകത്ത് 2 സ്റ്റെപ്പും കൂടെ ഉണ്ട് ഗൈസ്, അതെനിക്കറിയാം. അത് 2 സ്റ്റെപ്പ് മീൻസ് നമ്മൾ ഇവിടെ നേരെ കയറി പോയിട്ട് വേറൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമോ നോക്കാം. നമ്മൾ നേരെ ഇങ്ങോട്ട് കയറ്റിയിട്ട് നമ്മൾ ഗൈസ് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ ഏറി നിന്നൊക്കെ എണീക്കുന്നു. അപ്പം പുലി കണ്ടോ ഗൈസ്, നമ്മൾ ജസ്റ്റ് കണ്ടോ, ഞാൻ എന്തോ ഒരു ബഗ്ഗിൻ്റെ അകത്തോട്ട് കയറിയായിരുന്നു. നമുക്കത് ഇതിൻ്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ മണ്ടയിൽ കാണാൻ പറ്റത്തില്ല. സോ പക്ഷേ ഈ വണ്ടി എടുത്ത് മാറ്റിക്കളഞ്ഞില്ല, ശരിയാകുകയില്ല. അതിൻ്റെ അകത്ത് തന്നെ ചാടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കത് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം സ്റ്റെപ്പും കളറൊക്കെ. പക്ഷെ നമുക്ക് എങ്ങനെയും ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുന്ന കൊള്ളായിരുന്നു. നമുക്കൊരു കാർ സ്പോൺ ചെയ്യാം. ഫസ്റ്റ് ഏതെങ്കിലും ഒരു കാർ, ചെറിയൊരു കാർ വല്ലതും സ്പോൺ ചെയ്യാം. സ്പോൺ ചെയ്യാം. നമ്മുടെ 6000 അടിച്ച് എന്താണ് വരിക? കോപ്ര ബൈക്ക്. ഓക്കെ, കോപ്ര അല്ല, ട്രോൺ ബൈക്ക്. 300 അടിച്ച് എന്താണ് വരിക? ചെറിയ കാറാണ്, ടാർലൻ കാറാണ് നമ്മുടെ. പിന്നെ ഇതിന് മുമ്പുള്ള അപ്ഡേഷൻ നമ്മുടെ ബൊലേറോയും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു കാർ കയറ്റാൻ പറ്റില്ല. ഇതുങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ സ്വന്തം JCBയുടെ കോഡാണ്. 67 68 അടിക്കണം, അല്ല
67 66 77 അടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം JCB വരും. ഇതിൻ്റെ ഈ ഒരു കയറുന്ന സംഭവങ്ങളൊക്കെ മണ്ടയിലാണ് കേട്ടോ. കാരണം ഒന്നുമല്ല, കുറേ സ്വിച്ച് ഉണ്ട് ഈ ഒരു ഇതിനും കളക്കം. നമ്മളിത് ഇതിപ്പം ഇത് പൊക്കിയും താത്തയും ചെയ്യുന്നതാണ്. നമുക്കത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ JCBയുടെ നമ്മൾ സ്റ്റൈൽ എടുക്കാൻ പോകണം. നമ്മൾ ഫുള്ള് താത്തി വെച്ച് ഇത് പൊക്കി നമുക്ക് ഇത് താത്തി വെക്കുക. ഈ ഒരു സംഭവം കുറേ ബട്ടൺസ് എന്ന് വെച്ചാൽ കുറേ ബട്ടൺസാണ്. ഒറിജിനലൊരു JCBയുടെ ടൈപ്പ് ബട്ടണും കളക്കാണ് വന്നേക്കുന്നത്. മറ്റൊരു നമ്മളെല്ലാം പറഞ്ഞുതരാം. സോ ഈ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ഇതും കളൊക്കെ താത്തുവാണെങ്കിൽ നമ്മുടെ ഇതും കളൊക്കെ ഫുള്ളായിട്ട് താഴും. ഇതും കളൊക്കെ അത് കുറച്ചൊന്ന് പൊക്കി വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ വേണമെങ്കിൽ നമുക്ക് നേരെ ഇതാണ് ഇനി താത്ത. ഇനി നമ്മുടെ ട്രോൺ ബൈക്ക് കുന്തിക്കൊണ്ട് പോകാം ഗൈസ്. നമ്മൾ ഇവട്ടം വരെ ട്രോൺ ബൈക്ക് കുന്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുറകിലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കളക്കണ്ടോ. ഇട്ട മണ്ടയിലോട്ട് നാലോട്ട് പോകാം. ഇതാവും അടിപൊളി സെറ്റപ്പാണ്. ഇതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഇതും കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതാണ് പുറകിലത്തെ ഇതുങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഇപ്പോൾ JCB ഇറങ്ങിയിട്ട് നമ്മുടെ ഹമ്മർ ഒന്ന് ഓടിച്ച് നോക്കാം. ഹമ്മറുകളൊക്കെ അടിപൊളി വണ്ടിയാണ് തോന്നുന്നത് കണ്ടിട്ട്. നമുക്കത് ഇവിടെങ്ങളിലൊക്കെ ഇങ്ങനെ നെക്സ്റ്റ് അപ്ഡേറ്റ് പോലീസുകാരും ഇവിടെ ഇങ്ങനെ കുറച്ച് വണ്ടികളും ഒക്കെ ഇങ്ങനെ സ്പോണായി ഇങ്ങനെ കിടക്കുമായിരിക്കണം എന്ന് വിശ്വസിക്കാം. നമുക്ക് നേരെ നമ്മുടെ ഈ ഹമ്മറിൻ്റെ കളർ RGB ആക്കാം. അത് നമ്മുടെ വീടിന് നമ്മളിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മുടെ വീടിനൊരു മെയിൻ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് ഓടിച്ച് കൊണ്ടുപോവാണ് ഹമ്മർ ട്രക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് ഓടിച്ച് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോയിട്ടുങ്ങളൊക്കെ നേരെ നമ്മുടെ RGS ടൂളിൽ പോയിട്ട് നമ്മുടെ ഹൗസ് കളർ RGB നോക്കണം. ഇത് നമ്മുടെ ഹൗസ് കളർ RGB ആകുമ്പോൾ കണ്ടോ ഗൈസ്. നേരത്തെ ഫുള്ളായിട്ട് ഈ ഒരു ഗ്രീൻ വയലറ്റ് ഫുള്ളായിട്ട് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു ഇതും കളൊക്കെ എടുത്ത് കളഞ്ഞു. നമ്മുടെ ഇതിൻ്റെ കളൊക്കെ ഒരു പ്രത്യേകതകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അടിപൊളി ഒരു പ്രത്യേകതയാണ് സോ വന്നേക്കുന്നത്. നമുക്ക് നേരെ പിന്നെ നമ്മുടെ ഇതിനും കളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ എന്തിനോ മാറ്റം വന്നായിരുന്നു നമ്മുടെ കാർ ഷോറൂമിന്. നമ്മൾ നേരെ നമ്മുടെ കാർ ഷോറൂമിലേക്ക് അത് JCB ഓടിച്ചിട്ട് പോകാം. എനിക്ക് JCB കളൊക്കെ ഓടിക്കണ്ടല്ലേ, എന്നോട് തുള്ളി സ്പീഡില്ല. അവിടെ നിന്ന് നമ്മൾ ഫുൾ ആക്സിലേറ്റർ ഔട്ട് വെച്ചിട്ട് നമ്മുടെ വണ്ടി RGB വീട് ഞാൻ റിച്ച് തന്നെ. RGB വെള്ളമായിരുന്നു കൊള്ളാമായിരുന്നു. പ്രത്യേകിച്ച് ഗണ്ണൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇവരൊക്കെ ഇടിച്ചുകൊണ്ട് പോകാം. നമുക്ക് നേരെ ഇവിടെ നിന്നൊരു മെയിൻ ഷോർട്ട് കട്ട് ഉണ്ട്. നേരെ നമ്മുടെ ഇവിടെ നിന്ന് സാൻഡിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് തേച്ച് എടുത്തിട്ട് കത്തിച്ചാൽ സോണ വണ്ടി നമ്മുടെ കാർ ഷോറൂമിലേക്ക് വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ കാർ ഷോറൂം ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കാർസ് ബൈക്കുകളൊക്കെ നമ്മൾ അടിക്കാൻ മറന്നു. നമുക്ക് എന്തായാലും ദൂരെ പോയിട്ട് അടിച്ചു വെക്കാം. ഇത് പുതിയ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ തല കാരണം എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഓടിക്കുന്നതേ. നമുക്ക് ഇവിടെയും കളക വണ്ടി നടത്തിയിട്ട് നമ്മുടെ RGS ടൂളിൽ പോയി നമ്മുടെ കാർസ് ബൈ നടിയാം. ഓക്കെ, നമ്മുടെ കാർസ് ബൈ അടിച്ചില്ല. അതെൻ്റെ തെറ്റ്. നമുക്കത് ഒന്നും കൂടെ ഈ ഒരു കാർ ഷോറൂം കാണാത്ത രീതിയിലാക്കിയിട്ട് നമുക്ക് കാർസ് ബൈ അടിക്കാം. ഇപ്പോഴും നമ്മുടെ കാർ ഷോറൂമുകൾ മാഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വലിയ റാമ്പും കള്ളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ റാമ്പ് എനിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ഇവൻ്റെ തലയിടിച്ചീഴ് കൊണ്ട ഒരു പിസ്റ്റലെടുത്ത് നമ്മളെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുമല്ലോ.
നമ്മുടെ കാസ് ബൈങ്ങളൊക്കെ നമുക്ക് അടിച്ചു. ഓക്കെ, എന്തിനാണ് ഓക്കെ കാസ് ബൈ അടിച്ചു. നമുക്ക് ഈ ഒരു അമ്മരങ്ങളൊക്കെ എന്താണ് നല്ലൊരു ഗസിൻ്റെ പുറകെ നമുക്കൊരു ഇത് വെച്ചേക്കാം. നമ്മുടെ സൈക്കിളൊരു ഗ്യാസ് കുറ്റി എടുത്ത് വെച്ചു. നമ്മുടെ സൈക്കിൾ നമുക്ക് വെക്കാം അതിൻ്റെ അകത്തോട്ട്. ഓക്കെ, നമ്മുടെ സൈക്കിളും കള്ളൊക്കെ നമ്മൾ നേരെ അല്ലേ വേണ്ട ഗ്യാസ് കുറ്റി വേണ്ട. അയ്യോ, കുറച്ച് ഇറങ്ങി എന്നൊരു സൈക്കിൾ നമ്മൾ എത്ര ഇറങ്ങി നിൽക്കണ്ട. ഇങ്ങോട്ട് വരും ഗൈസ്. അത് ഭാഗത്തതേ ഉള്ളൂ. ഫസ്റ്റത്തെ സ്ഥലത്ത് പൊസിഷനിൽ പോയി നമുക്ക് സ്പോൺ ചെയ്യാം. ഇപ്പം അത് ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വിടുന്നു. പക്ഷേ പൊസിഷൻ കറക്റ്റായിരുന്നു. നമുക്ക് നേരെ നമ്മുടെ കാർ ഷോറൂമിലേക്ക് പോയേക്കാം. എന്തായാലും ഓക്കെ, ഈ ഒരു വണ്ടിയും കാളൊക്കെ എടുത്തിട്ട് നമ്മൾ നമുക്ക് കാർ ഷോറൂമിൽ പറ്റുവാണെങ്കിൽ 3 സൈക്കിളും കൊടുത്തേക്കാം. ഞാൻ കൊടുക്കത്തില്ല, എനിക്ക് പിശുക്കാ ഗൈസ്. ചിക്കോട് അടിച്ചാൽ സംഭവം ചിക്കോടൊക്കെ അടിച്ചിട്ടാണ് കിട്ടുന്നെങ്കിലും കത്തിച്ചൂടാണ്. എന്തൊരു ബ്ലറായി മോനെ സെറ്റ്. നമുക്കിനി ഇത്രയും നടക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. കുഴപ്പമില്ല. സൈക്കിൾ നോക്കി സേഫ് ലാൻഡ്. ഇത് പൊട്ടിക്കാം. അത് പൊട്ടാത്ത ബുള്ളറ്റ് പ്രൂഫാന്ന് തോന്നുന്നു. പക്ഷെ മുമ്പ് ആൾക്ക് കാർ ഷോറൂമിൽ അപ്പുറത്തും നിർത്താൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നിർത്താം. പിന്നെ ഈ നടുക്കത്തെ ഗ്ലാസും കള്ളൊക്കെ എടുത്ത് കളഞ്ഞു. ഇവിടുത്തെ നമ്മുടെ ലംബോർഗിനി ഹുരാഗിനും കള്ളൊക്കെ എടുത്ത് കളഞ്ഞു. നമ്മുടെ ലംബോർഗിനി V2 അതുപോലെ ഓഫീസ് ഏരിയയിലൊന്നും മാറ്റമൊന്നും കളഞ്ഞില്ല. ഞാൻ നെക്സ്റ്റ് അപ്ഡേറ്റിൽ ഇവിടെ നമ്മുടെ ബൊലേറോ, ഇവിടെ നമ്മുടെ എന്താണ് സ്കോർപ്പിയോ, ഇവിടെ നമ്മുടെ ബൊലേറോ, ഇവിടെ നമ്മുടെ എന്താണ് മറ്റേ ഇത് നമ്മുടെ നിസാൻ GTR. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ GTR കള്ളൊക്കെ വരുമെന്ന് ഒരു 90% കൺഫേംഡാണ്. പിന്നെ നമ്മുടെ ഇവിടെയും കള്ളൊക്കെ നമ്മുടെ ഹമ്മറും പിന്നെ നമ്മുടെ ഇതാണ്. ഈ ഒരു വണ്ടി എത്ര പറഞ്ഞാൽ ഷോറൂമാലും കള്ളൊക്കെ എടുത്ത് കളയല. കാരണം എന്താ, നമ്മളാണ് ഷോറൂമിൻ്റെ മുതലാളി, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നേരെ ഇതുവഴി കയറി പോയേക്കാം. ഇവിടെയും കള്ളൊക്കെ അടി തട്ടും. മുമ്പ് നമുക്ക് ഇതിലേക്കൂടെ പോയിട്ട് അതിലേക്കൂടെ ഇറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പം അത് പറ്റും. പിന്നെ ഏതെങ്കിലും കളർ എക്സ്ട്രാ വന്നിട്ടുണ്ടോ എന്ന് നോക്കി നമ്മൾ നേരത്തെ നോക്കി, വന്നില്ല. ഇതെന്താണിത്? അടുത്ത ബഗ് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ റാമ്പിൻ്റെ അങ്ങോട്ട് അത്രേ ഉള്ളൂ. ഇതുങ്ങളൊക്കെ വേറൊന്നും ഇല്ല പ്രത്യേകിച്ച്. നമുക്ക് നേരെ നമ്മുടെ ഗോസ്റ്റ് റൈഡറിൻ്റെ വണ്ടിയും കളൊക്കെ എടുത്ത് ഈ ഹമ്മർ പൊട്ടുമോ? നമ്മുടെ JCB കളൊക്കെ ബുള്ളറ്റ് പ്രൂഫ് ആണോ അല്ലെന്ന് ഞാൻ പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ആണെന്നാണ്. നിങ്ങൾ പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമ്മളൊക്കെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ പൊട്ടുന്നുണ്ട്. സോ നമ്മുടെ സ്വന്തം ഈ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല. ഞങ്ങൾ ഫുള്ള് കടന്ന് ചുറ്റിക്കറക്കാണ്. മറ്റേ ന്യൂ റാമ്പും കളൊക്കെ വന്ന് എവിടെയാന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നേരെ ഒറ്റ ചാട്ടം ഇപ്പം നമ്മൾ ചാടുകയാണെങ്കിൽ നമ്മൾ ഇട്ടിട്ടാവും ഗീസ്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിട്ടാണ് നമ്മുടെ റിങ് നിങ്ങളൊക്കെ. ഇത് നമ്മൾ കയറുന്നുണ്ട്, അതും നമ്മുടെ സ്വന്തം ഈ ലോകത്തിനുള്ളൊക്കെ മിക്ക ആൾക്കാർക്കും ഇല്ലാത്ത അളവുള്ള നമ്മുടെ സൈക്കിളും വെച്ചാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇറ്റ്സ് എ പവർ ഓഫ് സൈക്കിൾ ഗൈസ്. നിങ്ങൾ റൊണാൾഡോ ഫാനാണെങ്കിൽ വീഡിയോ ലൈക്കും, മെസ്സി ഫാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്തോ ഒരു മൂൺ ഗ്രാവിറ്റിയുടെ ചിറ്റ് കോഡ് കണ്ടോ ഉണ്ടായിരുന്നു. ഇൻഫിനിറ്റി ഹെൽത്ത് കുറവാണ്. ഓക്കെ, മൂൺ ഗ്രാവിറ്റിയുടെ 11-20 മൂൺ ഗ്രാവിറ്റിയുടെ കൂടെ സൈറ്റ് നോക്കട്ടെ. സ്കൈ ഫോളാണ്. നമ്മൾ മൂൺ ഗ്രാവിറ്റിയാന്ന് ഓർത്തേക്കാണ്. ഭാഗ്യത്തിന് ഇവിടെ ഹെൽത്ത് കുറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചത്തില്ല. ഓക്കെ, നമ്മുടെ ഈ ഒരു വീഡിയോ 17 സെക്കൻഡിലൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. സോ 17 സെക്കൻഡ് അറിയത്തില്ല. മണ്ടേന്ന് എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം.
അല്ലെങ്കിൽ ഈ ഒരു ഇതുങ്ങൾ കയറിപ്പോയാൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങളുടെ റിങ്ങുകളിലൊക്കെ പോകാൻ വേണ്ടി, റിങ് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ സ്റ്റാർട്ട് ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് മണ്ടേ പോകുമ്പോൾ നമുക്ക് സ്വന്തമാക്കി എന്തേലും നമുക്ക് ചീറ്റ് കോഡ് അടിച്ച് സ്പോൺ ചെയ്യാൻ ഗൈസ്, നമുക്ക് സ്വന്തമാക്കി എടുക്കാതെ. എന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ JCB മതിയെന്ന് സ്വന്തമാക്കി എടുക്കാൻ. ഹമ്മർ വേണോ? നമ്മുടെ JCB മതി. നമ്മൾ നേരെ നമ്മുടെ GTA കളിക്കുമ്പോൾ കാണില്ലേ ഹെവനിലോട്ട് ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ കൂടെ പോകുന്നത്, അതുപോലെ നമ്മൾ നേരെ ഹെവനിലോട്ട് പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിലെ ഹെവനാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഹെവനിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്വന്തം JCB കിട്ടും. ഇതെനിക്ക് നേരത്തെ അറിയാം ഗൈസ്. എന്തെങ്കിലും ഒറിജിനലായിട്ട് കിട്ടുമായിരുന്നാൽ കൊള്ളായിരുന്നു. ഓക്കെ നമുക്ക് ഈ ഒരു വീട്ട് പോവാം. ഇതാണ്. പക്ഷേ ഈ ഒരു എനിക്ക് തീരെ ഒരു ഇതില്ല, എന്താണ് ഒരു വശമില്ല. എങ്കിലും നമ്മൾ മാക്സിമം എന്തിട്ട് കയറി പോവാണ്. ഓക്കെ മൂന്ന് ഇപ്പോൾ പോവും. നമ്മളിപ്പോൾ പോയി നോർത്ത് നമ്മൾ നേരെ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അത്ര നേരം ഒന്നും മിണ്ടത്തില്ല. നമ്മളിത് അങ്ങനെ കേക്ക് നമ്മുടെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ എവിടം വരെയാണ് നമ്മുടെ സ്വന്തം ഹെവനിലേക്ക് നമ്മൾ മൂന്നിനെ അറിഞ്ഞ ഇവിടെ നേരെ അങ്ങോട്ട് ചാടാനാണ് ഇവർ പറയുന്നത്. ചാടിയേക്കാം. നമ്മുടെ നിഞ്ച എടുത്ത് നമുക്ക് ചാടാം. നിഞ്ച ആണ് ഇത് ടെക്സ്റ്റിനാറാണ്. എപ്പോഴും നമ്മൾ നിഞ്ചയാണ് എടുക്കുന്നത്. നമ്മൾ 10R എടുത്തേക്കുന്നത്. നമ്മൾ നേരെ വളച്ചെടുത്ത് സൈറ്റിൽ തന്നെ കൊണ്ട് നിർത്താം. ഓക്കെ നമ്മൾ നേരെ പവർ സിങ് മോഡുകളൊക്കെ ഇത്രയും നേരം നമ്മൾ ഹെവൻ കയറിയത് വെറുതെ ആയതിനെ അവിടെ താഴെ പോകണമെങ്കിൽ. ഓക്കെ നമുക്ക് ചെയ്യുന്ന നിങ്ങളൊക്കെ ഹാൻഡ് ബ്രേക്കുകളൊന്ന് പൊട്ടിച്ച് നമ്മൾ നേരെ കത്തിച്ച് നമ്മൾ പോവാണ്. എൻ്റെ മോനെ നമ്മളുള്ള സ്പീഡിലാണ് നമ്മുടെ 10R പോകുന്നത്. ഓക്കെ നമ്മൾ ചാടാൻ പോകണം. 3, 2, 1 സ്റ്റാർട്ട്. നല്ലൊരു ഹൈറ്റിന് തന്നെ നമ്മൾ ചാടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അങ്ങനെ. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. പിന്നെ ഒരു പ്രിയപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ ഏതായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ.